നമസ്കാരം. പ്രധാന വാർത്തകൾ. തകർച്ചയിൽ നിന്നും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ സർക്കാർ ശക്തിപ്പെടുത്തിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നത് കേരളത്തിൽ നിന്നും മുഖ്യമന്ത്രി. വിവിധ സ്കൂളുകളിലെ കെട്ടിട ഉദ്ഘാടനവും കെട്ടിട നിർമ്മാണോദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് ആദിവാസികൾക്ക് 1 ഏക്കർ വീതം കൃഷിഭൂമി നൽകിയത് കോടതി നടപടികളിൽ നിന്ന് തലയൂരാൻ ഉദ്യോഗസ്ഥർ ചെയ്തതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഇവർക്ക് പകരം ഭൂമി നൽകാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ചെറുപ്പശ്ശേരി അർബൻ ബാങ്ക് അയ്യപ്പൻകാവ് വിവാദം. ഹിന്ദു ഐക്യവേദി പ്രതിഷേധം സംഘടിപ്പിച്ചു. വ്യാജ അക്കൗണ്ടുണ്ടാക്കി ഭക്തജനങ്ങളുടെ പണം CPM നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ കൊള്ളയടിച്ചെന്ന് KP ശശികല. മണ്ണാർക്കാട്ടെ പെരുമ്പടാരി ഗോവിന്ദപുരത്തെ വീടുകളിലേക്ക് മഴവെള്ളം ഒഴുകിയെത്തുന്ന സംഭവം. വിഷയം താലൂക്ക് സമിതിയിലും ചർച്ചയായി. സമീപത്തെ യൂണിവേഴ്സൽ കോളേജിനും നഗരസഭയ്ക്കും വിമർശനം. ഇവർ പ്രശ്നത്തെ ഗൗരവപരമായി കാണുന്നില്ലെന്ന അംഗങ്ങൾ. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ നേതൃത്വത്തിൽ MSF സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി നോമിനേഷൻ പിൻവലിച്ചതായി പരാതി. സംഭവം മണ്ണാർക്കാട് ദേവമാതാ കോളേജിൽ. നിയമപരമായി നേരിടുമെന്ന് MSF. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്ത വിഷയത്തിൽ ഭരണസമിതി തന്നെ സമരത്തിന്. ഉടൻ നടപടി ഉണ്ടായില്ലെങ്കിൽ DDP ഓഫീസിന് മുന്നിൽ സമരം നടത്തുമെന്ന് പ്രസിഡന്റ്. സെക്രട്ടറി ഉൾപ്പെടെ ഇല്ലാത്തത് ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കും. വിശദമായ വാർത്തകളിലേക്ക്. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് ആദിവാസികൾക്ക് 1 ഏക്കർ വീതം കൃഷിഭൂമി നൽകിയത് കോടതി നടപടിയിൽ നിന്നും തലയൂരാൻ ഉദ്യോഗസ്ഥർ ചെയ്തതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. തത്തേങ്ങലത്ത് നൽകിയ ഭൂമിക്ക് പകരം ഭൂമി നൽകാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ജനവാസ കേന്ദ്രങ്ങളിൽ വനംവകുപ്പിന്റെ അധീനതയിലുള്ള ഭൂമി ഇവർക്ക് നൽകാൻ കഴിയുമോ എന്ന് പരിശോധിക്കും. സാധ്യമെങ്കിൽ ആ ഭൂമി അവർക്ക് നൽകും. ഇല്ലെങ്കിൽ തത്തേങ്ങലത്ത് ഭൂമി ലഭിച്ചവരെ ഉൾപ്പെടുത്തി ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി രൂപീകരിച്ച് കൂട്ടമായി കൃഷി നടത്തും. ഇവർക്ക് നൽകിയ സ്ഥലത്ത് കൃഷി ഇറക്കണമെങ്കിൽ വന്യമൃഗ സംരക്ഷണം, ജലസേചനം എന്നിവയ്ക്കായി വൻതുക ചെലവഴിക്കേണ്ടി വരും. ജില്ലാ കളക്ടർ മേധാവിയായി രൂപീകരിക്കുന്ന കമ്പനിയിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും ഭൂമിയുടെ ഉടമകളും അംഗങ്ങളാകും. ഈ ഭൂമിയിൽ കൂലിക്ക് പണി ചെയ്യാൻ കഴിയുന്ന ഭൂവുടമകൾക്ക് വേതനം നൽകും. 2 വർഷത്തിനുള്ളിൽ മികച്ച വരുമാനം ഉണ്ടാക്കാവുന്ന കൃഷിയാണ് ആരംഭിക്കുക. ലാഭം എല്ലാവർക്കും നൽകുന്ന വിധത്തിൽ ക്രമീകരണം നടത്തും. തത്തേങ്ങലത്തെ ഭൂപ്രകൃതി അനുസരിച്ച് കുരുമുളക് കൃഷിയാണ് ഏറ്റവും അനുയോജ്യം. ഇടവിളകളിലായി ഏലം, ഔഷധത്തോട്ടം എന്നിവയും അനുയോജ്യമാണോ എന്ന് പരിശോധിക്കും. വന്യമൃഗശല്യം നേരിടാനും ജലലഭ്യത ഉറപ്പാക്കാനുമുള്ള പദ്ധതികൾ നടപ്പാക്കും. ഇതിന് നബാർഡിന്റെ സഹായം ലഭ്യമാക്കും. അതേസമയം തത്തേങ്ങലത്തെ ഭൂമി കൃഷിയോഗ്യമാക്കുന്നതിന് വൻതുക ചെലവഴിക്കേണ്ടി വരുമെന്ന് വിദഗ്ധർ യോഗത്തിൽ അറിയിച്ചു. തേക്കൊഴികെയുള്ള മരങ്ങളിലും കോൺക്രീറ്റ് തൂണുകളിലും കുരുമുളക് കൃഷി ചെയ്യാനാവുമെന്ന് മന്ത്രി പറഞ്ഞു. തത്തേങ്ങലത്തെ മണ്ണിന്റെ പ്രത്യേകത ആഴത്തിൽ മണ്ണില്ലാത്ത സ്ഥിതി, ഭൂമിയുടെ ചെരിവ്, വന്യമൃഗശല്യം, വെള്ളത്തിന്റെ ലഭ്യത എന്നിവയെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇവിടെ കൃഷി വിജയിക്കാനുള്ള സാധ്യതയിൽ വിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചു. ആദിവാസികൾക്ക് ഭൂമി കിട്ടണമെന്നുള്ള ഒരു കേസിൽ 2007 കേസാണ്. ആ കേസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കിട്ടിയത്. ശിവൻ പറഞ്ഞ ഒരു ചിറ്റൂരിലുള്ളൊരു കുട്ടിയാണ് കേസ് ഫയൽ ചെയ്തത്. കോടതി വിധിച്ചു. അത് 3 മാസത്തിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിധിയായത്. അങ്ങനെയാണത് കൊടുത്തത്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഈ ഭൂമി അവർക്ക് വന്ന് കൃഷി ചെയ്ത് ജീവിക്കാൻ വലിയ പ്രയാസമാണ് നോക്കണത്. അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ചെയ്യാനുള്ളൊരു ഉദ്ദേശമാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അവർക്ക് വരുമാനം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതാണിപ്പോൾ കളക്ടറിനെ ചുമതലപ്പെടുത്തി ഈ ഭൂമിക്ക് പകരം ഏതൊക്കെ ഫോറസ്റ്റ് ഭൂമി കിട്ടുകയാണെങ്കിൽ അതും വെച്ച് ചെയ്യും. അതൊന്ന് ആലോചിച്ച ശേഷമാണ് മുന്നോട്ട് പോകുക. അതാണ് ഉദ്ദേശിക്കുന്നത്. സൊസൈറ്റി ഇത് ആലോചിച്ചതിന് ശേഷം. ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്ര, ഡെപ്യൂട്ടി കളക്ടർ D അമൃതവല്ലി, മണ്ണാർക്കാട് DFO C അബ്ദുൽ ലത്തീഫ്, ജില്ലാ ട്രൈബൽ ഓഫീസർ M ഷെമീന, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ P സിന്ധുദേവി, വനം റേഞ്ച് ഓഫീസർ N സുബൈർ, കാർഷിക വിദഗ്ധൻ ഡോക്ടർ PP മൂസ, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ PM അസ്മാബി, VJ ബീന, വില്ലേജ് ഓഫീസർ PS രാജേഷ്, ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ N പുരുഷോത്തമൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം യോഗത്തിൽ പങ്കെടുത്തു. കിഫ്ബിയുടെ ധനസഹായത്തോടെ ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വെർച്വലായി നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങൾ ഇല്ലാതാവുന്ന സ്ഥിതിയിൽ നിന്നും കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുകയാണ് സർക്കാർ ഉദ്ദേശമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
നവകേരള കർമ്മ പദ്ധതിയുടെ വിദ്യാകിരണം മിഷന്റെ ഭാഗമായി കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുകയാണ് സംസ്ഥാന സർക്കാർ. ഇതിന്റെ ഭാഗമായി 30 സ്കൂളുകളിൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും 12 സ്കൂളുകളിൽ നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബിയുടെ 3,90,00,000 രൂപ ധനസഹായത്തോടെ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. നമ്മുടെ സ്കൂളുകളിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന 30 സ്കൂളുകളിൽ 3 കോടി രൂപയുടെ കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച 8 കെട്ടിടങ്ങളുണ്ട്. 1 കോടി രൂപയുടെ കിഫ്ബി ധനസഹായത്തോടെ നിർമ്മിച്ച 12 സ്കൂൾ കെട്ടിടങ്ങളുണ്ട്. പ്ലാൻ ഫണ്ടും മറ്റ് ഫണ്ടുകളും ഉപയോഗിച്ച് നിർമ്മിച്ച 10 സ്കൂൾ കെട്ടിടങ്ങളുമാണുള്ളത്. ഇതിനൊക്കെ പുറമെയാണ് 12 പുതിയ സ്കൂൾ കെട്ടിടങ്ങൾക്ക് തറക്കല്ലിടുന്നത്. ഇത് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു തുടർ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങളാണ്. പൊതുവിദ്യാലയങ്ങൾ ഇല്ലാതാവുന്ന സ്ഥിതിയിൽ നിന്നും കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സർക്കാർ ശക്തിപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വെല്ലുവിളികൾ ഉയർന്നുവരാത്ത വിധം പൊതുവിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. 8.5 വർഷം മുൻപ് ഈ വിദ്യാലയങ്ങളെല്ലാം ഇല്ലാതായാലുണ്ടാകാൻ ഇടയുള്ള അവസ്ഥയെക്കുറിച്ചാണ് ആളുകൾ ആശങ്കപ്പെട്ടത്. നമ്മുടെ പൊതുവിദ്യാലയങ്ങൾ ഇല്ലാതായി എല്ലാം സ്വകാര്യ മേഖലയായാൽ അതൊരു സങ്കല്പമല്ല കേട്ടോ. അങ്ങനെ ചില സ്ഥലങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. കണി കാണാൻ പോലും പൊതുവിദ്യാലയങ്ങൾ ഇല്ലാത്ത ചില പ്രദേശങ്ങൾ കാണാൻ പറ്റും. ചിലയിടത്ത് പോയാൽ ഇവിടെ പണ്ടൊരു സ്കൂൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന കേൾക്കാം. അത് പൊതുവിദ്യാലയമായിരുന്നു. അപ്പോൾ ആ പൊതുവിദ്യാലയങ്ങൾ ഇല്ലാതായാൽ പിന്നെ ഉണ്ടാകാൻ പോകുന്നത് സ്വകാര്യ വിദ്യാലയങ്ങളാണ്. സ്വകാര്യ വിദ്യാലയങ്ങളിലെ വൻപിച്ച ഫീസ് പലർക്കും താങ്ങാനാവില്ല. ആ ഫീസ് കൊടുത്തുകൊണ്ട് കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകാൻ കുടുംബത്തിന് കഴിയാത്ത അവസ്ഥ വരും. ഇത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു പണ്ട്. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ രീതിയായിരുന്നില്ല പണ്ട്. എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസം നടത്താൻ പറ്റാത്ത അവസ്ഥയുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട കണക്കുപ്രകാരം കൂടുതൽ വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നത് കേരളത്തിലാണ്. കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗം സംസ്ഥാന സർക്കാർ കൂടുതൽ മെച്ചപ്പെടുത്തുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. നജീബ് കാന്തപുരം MLA വീഡിയോയിലൂടെ ചടങ്ങിൽ സംസാരിച്ചു. പെരിന്തൽമണ്ണ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കുഞ്ഞുമൊയ്തു പദ്ധതി വിശദീകരിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം C ബാലകൃഷ്ണൻ, സ്കൂൾ പ്രിൻസിപ്പാൾ മീര നായർ SK, പ്രധാനാധ്യാപിക ബിന്ദു PS, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ EP അയ്യൂബ്, K പ്രേംകുമാർ, VC ശശി, K മുരളീധരൻ, PTA പ്രസിഡന്റ് സയ്യിദ് ആലിക്കൽ, SMC ചെയർമാൻ സക്കീർ ഹുസൈൻ തുടങ്ങിയവർ സംസാരിച്ചു. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 1 വർഷം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികളും ഒക്ടോബർ 5-ന് ആരംഭിച്ചു. വെട്ടത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കിഫ്ബി ഫണ്ട് 3,90,00,000 രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടവും ഓൺലൈൻ വഴി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു.
3,90,00,000 രൂപ ചെലവിൽ 13,000 ചതുരശ്ര അടി വിസ്തീർണത്തിൽ 3 നിലകളിലായി 9 ക്ലാസ് മുറികളും 4 ലാബും 1 ഡൈനിങ് ഹാളും ഭിന്നശേഷിക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു ടോയ്ലറ്റ് ഉൾപ്പെടെ 3 ടോയ്ലറ്റ് യൂണിറ്റും ഉള്ളതാണ് കെട്ടിടം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈൻ വഴി സംസ്ഥാനത്ത് ഉദ്ഘാടനം ചെയ്ത 8 സ്കൂൾ കെട്ടിടങ്ങളിൽ ഒന്നാണ് വെട്ടത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടം. സ്കൂളിൽ നടന്ന ചടങ്ങിൽ വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CM മുസ്തഫ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. നമ്മുടെ പഞ്ചായത്തിൽപ്പെടാത്ത മേലാറ്റൂർ പഞ്ചായത്തിന്റെ VM ഹൈസ്കൂൾ വേങ്ങൂരും കിഴാറ്റൂർ പഞ്ചായത്തിന്റെ അന്തർപ്പെട്ട പട്ടിക്കാട് ഹയർ സെക്കൻഡറി സ്കൂൾ പട്ടിക്കാടും നമ്മളെ കാപ്പല ഹൈസ്കൂളും ഇതേപോലെ ഈ ഹൈസ്കൂളും 8 കിലോമീറ്റർ ഡിസ്റ്റൻസിൽ 4 ഹൈസ്കൂളും 2 ഹയർ സെക്കൻഡറി സ്കൂളും തലപൊക്കി നിൽക്കുമ്പോൾ നമ്മുടെ ഭാവി തലമുറക്ക് വേണ്ടിയുള്ള കരുതൽ എത്രയാണ് ജനനേതാക്കന്മാർ നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം റഹ്മത്തുന്നീസ താമരത്ത് അധ്യക്ഷയായി. PTA പ്രസിഡന്റ് N ഷാജഹാൻ, വിദ്യാകിരണം കോർഡിനേറ്റർ സുരേഷ് കൊളശ്ശേരി, കില തൃശൂർ ചീഫ് മാനേജർ KC സുബ്രഹ്മണ്യൻ, കിഫ്ബി എഞ്ചിനീയർ U അബ്ദുൽ ഗഫൂർ, വെട്ടത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M ജയ, സ്ഥിരം സമിതി അധ്യക്ഷരായ N ഉസ്മാൻ, KM ഉബൈദുള്ള, റഹ്മത്ത് മോളി, ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ അംഗം KK മുഹമ്മദ് നയീം, SMC ചെയർമാൻ K അബ്ദുൽ ജലീൽ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അനിൽ, ഷമീറ, അതുല്യ വാഴയിൽ, പ്രിൻസിപ്പൽ ഇൻചാർജ് V അബ്ദുൽ ലത്തീഫ്, സ്കൂൾ പ്രധാനാധ്യാപകൻ K അബ്ദുൽ മനാഫ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് കനൽ തിരുവാലി അവതരിപ്പിച്ച നാടൻപാട്ടും അരങ്ങേറി. മണ്ണാർക്കാട് GMUP സ്കൂളിൽ 1,30,00,000 രൂപ ചെലവിൽ നിർമ്മിച്ച കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു. നവകേരളം കർമ്മ പദ്ധതി, വിദ്യാകിരൺ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കിഫ്ബിയിൽ നിന്നാണ് തുക അനുവദിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി V ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. സ്കൂളിൽ നടന്ന പൊതുസമ്മേളനവും ശിലാഫലകാനാച്ഛാദനവും N ഷംസുദ്ദീൻ MLA നിർവഹിച്ചു. മണ്ണാർക്കാട് നഗരസഭാ അധ്യക്ഷൻ C മുഹമ്മദ് ബഷീർ അധ്യക്ഷത വഹിച്ചു. വിദ്യാകിരണം ജില്ലാ കോർഡിനേറ്റർ KN കൃഷ്ണകുമാർ, കില ചീഫ് മാനേജർ സുബ്രഹ്മണ്യൻ, K പ്രസീത, സ്ഥിരം സമിതി അധ്യക്ഷരായ ഹംസ കുറുവണ്ണ, K ബാലകൃഷ്ണൻ, മാസുദ സത്താർ, C ഷഫീഖ് റഹ്മാൻ, വത്സലകുമാരി, കൗൺസിലർമാർ TR സെബാസ്റ്റ്യൻ, പ്രധാനാധ്യാപകൻ C നാരായണൻ, PTA പ്രസിഡന്റ് സക്കീർ മുല്ലക്കൽ, DDE സനൂജ, അബൂബക്കർ എന്നിവർ പ്രസംഗിച്ചു. CPIM നേതാക്കളുടെ അറിവോടെ ചെർപ്പളശ്ശേരി അർബൻ ബാങ്ക് സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്ത് ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിലെ വരുമാനം അനധികൃത അക്കൗണ്ട് ഉണ്ടാക്കി CPM നേതൃത്വത്തിലുള്ള ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തട്ടിയെടുത്തെന്നാരോപിച്ച് ഹിന്ദു ഐക്യവേദിയുടെ പ്രതിഷേധം. ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ ഉദ്ഘാടനം നിർവഹിച്ചു. അർബൻ ബാങ്കിനെ ഉപയോഗിച്ച് ചെറുപ്പളശ്ശേരി അയ്യപ്പൻകാവിലെ വരുമാനം കൊള്ളയടിക്കുന്ന മലബാർ ദേവസ്വം ബോർഡിനെതിരെ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധ പ്രകടനമാണ് ഈ വാഹനത്തിന് തൊട്ടുപുറകിലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജനകീയ പ്രതിഷേധ യോഗം അല്പസമയത്തിനകം ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി അർബൻ ബാങ്കും അയ്യപ്പൻകാവും മലബാർ ദേവസ്വം ബോർഡും ഭരിക്കുന്നത് CPIM നേതാക്കളാണ് എന്നതിനാൽ ഇവർ പരസ്പര സഹകരണ സംഘമായി പ്രവർത്തിച്ച് വർഷങ്ങളോളം ഭക്തജനങ്ങളുടെ പണം കവർന്നെടുക്കുകയാണെന്ന് KP ശശികല പറഞ്ഞു. 8 വർഷത്തോളം ക്ഷേത്രത്തിലെ ഒറ്റ വാർഷിക ഓഡിറ്റിന് പോലും ഹാജരാക്കാത്ത അക്കൗണ്ടിലെ ഇടപാടുകൾ സുതാര്യമാണെന്ന് അവകാശപ്പെടുന്ന ദേവസ്വം അധികൃതർ ഭക്തജനങ്ങളുടെ സാമാന്യ ബുദ്ധിയെ വെല്ലുവിളിക്കുകയാണെന്നും ക്രമക്കേട് നടത്തിയവർക്കെതിരെ നടപടിയെടുക്കാൻ മലബാർ ദേവസ്വം ബോർഡ് അടിയന്തരമായി തയ്യാറാവണമെന്നും അവർ കൂട്ടിച്ചേർത്തു. എങ്ങനെ ഒരു ജോയിന്റ് അക്കൗണ്ട് അവിടെ വന്നു? ആ ജോയിന്റ് അക്കൗണ്ട് അതിൽ ലക്ഷക്കണക്കിന് രൂപയാണ് ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു അക്കൗണ്ട് ഉണ്ടാക്കാൻ പാടില്ലാത്ത വിധത്തിൽ ഒരു അക്കൗണ്ട് ഉണ്ടാക്കുന്നു. ഇനി അതിനും അപ്പുറം ആയുസ് കൊടുത്ത ബ്രഹ്മാവിനും ആളെ പറ്റി പിടുത്തമില്ല. സൃഷ്ടിക്കുകയും ആയുസ് കൊടുക്കുകയും ചെയ്ത ബ്രഹ്മാവിനും ആളെ പറ്റിയിട്ട് പിടുത്തമില്ല എന്ന് പറഞ്ഞ പോലെ ദേവസ്വത്തിന്റെ പേരിലാണ് അക്കൗണ്ട്. പക്ഷെ ദേവസ്വത്തിന് അറിയില്ല അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ട്. ദേവസ്വം ബോർഡിന് അറിയില്ല ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവിന് ഇങ്ങനെ ഒരു അക്കൗണ്ട്, ലക്ഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു അക്കൗണ്ട് അർബൻ ബാങ്കിൽ ഉണ്ട് എന്നുള്ളത്. അത് ദേവസ്വം ബോർഡിന് അറിയില്ല. അപ്പൊ അതാണ് പറഞ്ഞത്, ആയുസ് കൊടുത്ത സൃഷ്ടിച്ച ബ്രഹ്മാവിന് പോലും അതിനെപ്പറ്റി അറിയാത്തൊരു അവസ്ഥ. ഇതൊക്കെ നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്നാണ് മാർക്സിസ്റ്റുകാർ ഉദ്ദേശിക്കുന്നത്. ക്ഷേത്രത്തിന്റെ പേരിൽ ചെർപ്പളശ്ശേരി അയ്യപ്പൻകാവ് ദേവസ്വം എന്ന പേരിൽ അക്കൗണ്ട് തുടങ്ങാൻ അധികാരമുള്ളവരാണ്. ആ അധികാരമില്ലാതെ എങ്ങനെ ഇങ്ങനെ ഒരു അക്കൗണ്ട് തുടങ്ങി? ഇതിനേതായാലും ദേവസ്വം ബോർഡ് ഉത്തരം പറഞ്ഞേ മതിയാകും. ഏത് പണമാണ് ലക്ഷക്കണക്കിന് ഇതിൽ ചെലവഴിച്ചത്? ആ പണം ഒരു തരത്തിലും ദേവസ്വം ബോർഡിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ വരുമാനമായോ വന്നിട്ടില്ല. അപ്പൊ ഇത്തരത്തിൽ എത്ര അക്കൗണ്ടുകളുണ്ട്? ഇതിപ്പോ ഒന്നേ നമ്മൾ കണ്ടുള്ളൂ, മഞ്ഞുമലയുടെ മുകളറ്റമേ നമ്മൾ കണ്ടുള്ളൂ.
ഇത്തരത്തിൽ എത്ര പേരുടെ പാർട്ടി ഫണ്ടാക്കി മാറ്റാനോ പാർട്ടിക്കാർക്ക് എടുത്ത് തോന്നും വിധത്തിൽ ഉപകരിക്കാനോ അയ്യപ്പസ്വാമിയുടെ തിരുനടയിൽ വീഴുന്ന നാണയത്തുട്ടികൾ പെറുക്കിയെടുത്ത് എത്ര പേരുടെ പേരിൽ അർബൻ ബാങ്ക് അടക്കം CPM-ന്റെ സംവിധാനത്തിന് കീഴിലുള്ള ബാങ്കുകളിൽ ഉണ്ട് എന്നതാണ് ഇനി നമുക്കറിയേണ്ടത്. ഇപ്പൊ ഒന്നേ നമ്മൾ അറിഞ്ഞുള്ളൂ, അതിലാണ് ഈ ലക്ഷക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നത്. BJP സംസ്ഥാന സമിതി അംഗം സന്ദീപ് ജി വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. ദേവസ്വത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് ഇല്ലാത്ത ഒരു അക്കൗണ്ട്, ദേവസ്വത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇല്ലാത്ത ഒരു അക്കൗണ്ട് ക്രമവിരുദ്ധമായി നിയമവിരുദ്ധമായി ഒരു വ്യാജ അക്കൗണ്ട് അർബൻ ബാങ്കിൽ പ്രവർത്തിക്കുന്നു, അതിലൂടെ വലിയ സംഖ്യയുടെ ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട് എന്ന് നമ്മൾ ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് അടക്കം പുറത്തു വിട്ടുകൊണ്ടാണ് ഇന്നലെ പത്രസമ്മേളനം നടത്തിയത്. വേണമെങ്കിൽ ഇന്നലെ തന്നെ അത് നിഷേധിക്കാമായിരുന്നല്ലോ. എന്തേ 24 മണിക്കൂർ എടുത്തത്? 24 മണിക്കൂറിൽ അധികം സമയം എടുത്തത്? അയ്യപ്പൻകാവിലെ ഭരണസമിതിയുടെ വിശദീകരണം ബഹുരസാണ്. അവർ പറയുന്നത് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഞങ്ങളത് ക്ലോസ് ചെയ്തു, പക്ഷെ ഓഡിറ്റിൽ അക്കാര്യം വന്നില്ല എന്നുള്ളത് ഓഡിറ്റിൽ സംഭവിച്ചിട്ടുള്ള പെശകാണ് എന്നാ പറയുന്നത്. ഓഡിറ്റിൽ പെശക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയേണ്ടത് അയ്യപ്പൻകാവിൽ ഇരിക്കുന്ന ഈ മാനേജ്മെന്റ് അല്ലല്ലോ പറയേണ്ടത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി PN ശ്രീരാമൻ, താലൂക്ക് പ്രസിഡന്റ് K രാജേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് P ജയൻ, ജനറൽ സെക്രട്ടറിമാരായ K ഹരിദാസ്, K ബാബുദാസ്, നേതാക്കളായ വിപിൻ പുളിങ്ങര, A ശ്രീനാരായണൻ, P അനന്തനാരായണൻ, T കൃഷ്ണകുമാർ, VP നാരായണൻകുട്ടി, വിജീഷ് നെല്ലായ, സ്മിത VS, A ഷീബ, AK ഹരിദാസ്, K സൗമ്യ, N കവിത, V വിജയലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി. SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ നേതൃത്വത്തിൽ MSF സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി നോമിനേഷൻ പിൻവലിച്ചതായി പരാതി. സംഭവം നിയമപരമായി നേരിടുമെന്ന് MSF ജില്ലാ കമ്മിറ്റി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള മണ്ണാർക്കാട് കാഞ്ഞിരം ദേവമാതാ കോളേജിലാണ് നോമിനേഷൻ പിൻവലിപ്പിച്ചത്. MSFന്റെ UUC-ആയി കഴിഞ്ഞ ദിവസം നോമിനേഷൻ നൽകിയ റിഷാദിനെ വഴിയിൽ തടഞ്ഞു നിർത്തി നോമിനേഷൻ പിൻവലിപ്പിക്കുകയായിരുന്നു. നോമിനേഷന്റെ അവസാന ദിനമായ ശനിയാഴ്ച മറ്റൊരു വിദ്യാർത്ഥിയായ സിനാൻ നൽകിയ നോമിനേഷനും പിൻവലിപ്പിച്ചു. ഇനി നോമിനേഷൻ നൽകാൻ സാധിക്കാത്തതിനാൽ ഹൈക്കോടതിയെ സമീപിക്കും. മാതാപിതാക്കളെ അടക്കം ഭീഷണിപ്പെടുത്തിയാണ് നോമിനേഷൻ പിൻവലിപ്പിക്കുന്നതെന്നും പാലക്കാട് ജില്ലയിൽ SFI അപ്രസക്തമാകുമെന്ന ഭയമാണ് ഇതിന് പിന്നിലെന്നും MSF ജില്ലാ പ്രസിഡന്റ് KU ഹംസ പറഞ്ഞു. ഈ വരുന്ന 10-ാം തീയതി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ ഇലക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് SFI നടക്കുന്ന അതിക്രൂരമായിട്ടുള്ള നിലപാടുകളെക്കുറിച്ച് തുറന്നു പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. SFI പല ക്യാമ്പസുകളും അവർക്ക് തോൽക്കുമെന്നുള്ള ഭയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ MSFകാരായിട്ട് കൊടുത്തിട്ടുള്ള നോമിനേഷൻ കൊടുത്തിട്ടുള്ള സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരുടെ നോമിനേഷൻ പിൻവലിപ്പിക്കുന്ന പ്രക്രിയയാണ് കണ്ടത്. ഇപ്പോൾ കോങ്ങാട് ദേവമാതാ കോളേജിൽ MSFകാരനായിട്ടുള്ള റിഷാദ് ഇന്നലെ ഞങ്ങൾ നോമിനേഷൻ കൊടുത്തതാണ്. ആ റിഷാദിന്റെ നോമിനേഷൻ അവനെ വിളിച്ച് വഴിയിൽ നിന്ന് തടഞ്ഞു നിർത്തിക്കൊണ്ട് റിഷാദിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് റിഷാദിനെ നോമിനേഷൻ പിൻവലിപ്പിച്ചു. ഇന്ന് ഞങ്ങൾ രാവിലെ പോയിട്ട് പ്രിയപ്പെട്ട അക്കിമിനി ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ ഇന്ന് സിനാൻ എന്ന് പറയുന്ന MSFകാരനായ വിദ്യാർത്ഥിയെ കൊണ്ട് നോമിനേഷൻ കൊടുത്തു. SFIയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ PM ആർഷോയുടെ നേതൃത്വത്തിൽ നേരിട്ട് വന്നിട്ട് ആ ക്യാമ്പസിനകത്ത് ഈ വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് കയ്യും കാലും വെട്ടുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടാണ് ആ കുട്ടിയെ കൊണ്ട് ആ നോമിനേഷൻ പിൻവലിപ്പിച്ചിരിക്കുന്നത്. SFI പരാജയ രീതിയിലാണ്. പോളിടെക്നിക് ഇലക്ഷനുകളുടെ റിസൾട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു. 52 വർഷത്തെ പരിചയമുള്ള SFIയുടെ പെരിന്തൽമണ്ണ പോളിടെക്നിക് കോളേജ് MSFയുടെ മുന്നണി തൂത്തുവായിരിക്കുകയാണ്. ഷൊർണൂർ IPT വിദ്യാർത്ഥികൾക്ക് ഒരു തെറ്റ് പറ്റി, ഇപ്രാവശ്യം ഞങ്ങൾ തിരിച്ചു പിടിക്കുന്നു പറഞ്ഞ് ഷൊർണൂർ IPT ഞങ്ങൾ UDSFകാർ MSFന്റെ മുന്നണി വീണ്ടും തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള പേടിയുടെ ഭയത്തിൽ ഈ ഒരു ദേവമാതാ കോളേജ് എന്ന് പറയുന്ന കോളേജിലെ MSFന്റെ UUC-മാരെ പിൻവലിപ്പിക്കാനുള്ള അതിതീവ്രമായ വീടുകളിലേക്ക് വിളിച്ചിട്ടടക്കം ഭീഷണിപ്പെടുത്തി എന്നുള്ളതാണ് ആ വിദ്യാർത്ഥികൾ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നിലവിൽ SFI കാട്ടിക്കുന്ന PM ആർഷോ സംസ്ഥാന സെക്രട്ടറിക്ക് മണ്ണാർക്കാടും പാലക്കാടും നിലനിൽക്കേണ്ടത് അനിവാര്യമാണെന്നുള്ള തോന്നലിന്റെ പേടിയുടെ ഫലമായിട്ടാണ് ഇങ്ങനെ ഒരു പ്രവർത്തനം അവർ ചെയ്തിട്ടുള്ളത്. MSF ജില്ലാ സെക്രട്ടറി MT ഹക്കീം, ആഷിഫ് പുലാക്കൽ, VK ഇർഫാൻ, H അനസ്, സലീം പുലാക്കൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇടവേള. വാർത്തകൾ തുടരുന്നു.
മണ്ണാർക്കാട് പെരുമ്പടാരി ഗോവിന്ദപുരത്തെ പട്ടികജാതി വിഭാഗക്കാരുടെ വീടുകളിലേക്ക് മഴവെള്ളം ഒഴുകുന്നത് ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് താലൂക്ക് വികസന സമിതി. നഗരസഭയ്ക്കും യൂണിവേഴ്സൽ കോളേജിനും ഉത്തരവാദിത്തമെന്നും വികസന സമിതി അംഗങ്ങൾ. യൂണിവേഴ്സൽ മാനേജ്മെന്റ് പഴയ ജന്മിമാരെ പോലെ പ്രവർത്തിക്കുന്നതായി ഇടതുപക്ഷാംഗം എം ഉണ്ണീൻ പറഞ്ഞു. യൂണിവേഴ്സൽ കോളേജിന്റെയും സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെയും ഏക്കർ കണക്കിന് സ്ഥലത്തെ മഴവെള്ളം കനാൽ തുറന്നുവിട്ടതുപോലെയാണ് വീടുകളിലേക്ക് ഒഴുകുന്നത്. മഴ പെയ്താൽ കിണറിൽ അഴുക്കുവെള്ളം നിറയുകയും വീടുകളിലേക്ക് വെള്ളം കയറുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. ഇക്കാര്യം കഴിഞ്ഞ ദിവസം മലബാർ സിറ്റി ന്യൂസ് വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു. വികസന സമിതി അംഗം PR സുരേഷാണ് ഇക്കാര്യം സമിതിയിൽ ഉന്നയിച്ചത്. കോളേജിന്റെ ഉൾപ്പെടെയുള്ള സ്ഥലത്തെ പറമ്പിൽ നിന്ന് വരുന്ന വെള്ളം ഇവർക്ക് പ്രയാസമില്ലാത്ത വിധം ഒഴുക്കിവിടാനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഇതിന് നഗരസഭ മുൻകൈയെടുക്കണമെന്നും സുരേഷ് പറഞ്ഞു. നല്ല രീതിക്ക് തന്നെ പോകുന്ന സ്ഥാപനമായിരുന്നു, നമുക്ക് ആക്ഷേപമൊന്നുമില്ല. ആ സ്ഥാപനത്തിൽ നിന്നും വരുന്ന മഴവെള്ളം, അതായത് അഴുക്കുവെള്ളമല്ല, വലിയ തോതിൽ ആ പ്രദേശത്ത് പെയ്യുന്ന, അതൊരു സ്ഥലം നിരപ്പാക്കിയിട്ട് ഇട്ട ഒരു സ്ഥാപനമാണ്. ഒരുപാട് കുട്ടികളും പഠിക്കുന്നതാണ്. അവിടെ നിന്ന് വരുന്ന വെള്ളം അങ്ങനെ വന്നിട്ട് ഉയരം കൂടിയ സ്ഥലമായതുകൊണ്ട് ചാടുന്ന ഒരു 4-5 ഹരിജൻ കുടുംബങ്ങൾ, ദുർബലാവസ്ഥയിൽപ്പെട്ട കുടുംബങ്ങളുടെ വീട്ടിലെ മുറ്റത്തിൽ കാണും. അത് ചാടിയിട്ട് ആ സമയത്ത് അവരുടെ വീട് മൊത്തത്തിൽ നിറഞ്ഞ് കവിഞ്ഞ്, അതായത് സെപ്റ്റിക് ടാങ്കും കിണറും എല്ലാം ഒരേപോലെ നിറഞ്ഞു കിടക്കുന്ന വലിയൊരു ദുരിതപൂർണമായൊരവസ്ഥയാണ്. ഇത് സ്കൂളുകാർ വിചാരിച്ചാൽ ഒരു പൈപ്പിട്ടൊന്നും പോകാൻ കഴിയില്ല. ഇത് മുനിസിപ്പാലിറ്റി തന്നെ ആ കാര്യത്തിൽ അത് അവർക്ക് പുഴയിലേക്ക് വലിയ ദൂരമൊന്നുമില്ല, അഴുക്കുവെള്ളമല്ല ഈ വരുന്നത്. ഇത് കൃത്യമായിട്ട് വരുന്നത് മഴവെള്ളമാണ്. അതാര് വിചാരിച്ചാലും നിയന്ത്രിക്കാൻ 10-15 ഏക്കറിലെ മഴവെള്ള സ്കൂൾ കോമ്പൗണ്ടിനോട് കെട്ടി നിർത്താനൊന്നും പറ്റില്ല. ആ വന്ന് ചാടുന്നത് വെള്ളം ഈ 5 വീട്ടുകാരോട് 6 വീട്ടുകാരോട് ഒഴിഞ്ഞു പോകണമെന്ന് പറയാൻ പറ്റില്ല. ഒരു വീടെന്നെ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി. അവിടെയൊക്കെ മുമ്പ് തൊഴിലുകൾ കണ്ടിട്ട് ദുരിതപൂർണമായൊരു വലിയൊരു അവസ്ഥയാണ്. അത് പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു പൈപ്പ്, വലിയ പൈപ്പ്, അതിട്ടിട്ട് ആ പൈപ്പ് ഒരു എക്സ്റ്റൻഷൻ കൊടുത്ത് ആരുടെയും ഭൂമി കയ്യേറാതെ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അവിടെ അതിനൊരു നടപടി ആ കാര്യത്തിലുണ്ടായി. ആ പ്രശ്നം, ആ വീട്ടുകാരുടെ പ്രശ്നം, അവർക്ക് അവിടെ തന്നെ അവരെ ആ വാങ്ങിയ മണ്ണിൽ തന്നെ അവർക്ക് ജീവിക്കാനുള്ള ഒരു സംവിധാനം മുനിസിപ്പാലിറ്റി ഭാഗത്തുണ്ട്. മുനിസിപ്പാലിറ്റിക്കൊക്കെ ഇഷ്ടംപോലെ ഫണ്ടുണ്ട്, ഇഷ്ടംപോലെ വലിയ വലിയ പ്രൊജക്ടുകൾ ചെയ്യുന്നത്. കോളേജ് ഭരിക്കുന്ന മാനേജ്മെന്റ് ജന്മികളെ പോലെയാണ് പെരുമാറുന്നതെന്ന് സമിതി അംഗം M ഉണ്ണീൻ പറഞ്ഞു. സാധാരണക്കാരായ കുടുംബങ്ങളെ ദുരിതത്തിലാക്കുന്ന സമീപനം ഉണ്ടാകരുത്. താലൂക്ക് സഭയുടെ വികാരം ഉൾക്കൊണ്ട് നടപടി ഉണ്ടാകണം. അത് ഇടപെട്ടുകൊണ്ട് അവരുടെ വീട് സംരക്ഷിക്കാനുള്ള താലൂക്ക് വികാരമായിട്ട് മുനിസിപ്പാലിറ്റി കാണണം. വെള്ളം ഒഴുക്കിവിടുന്ന സ്ഥാപനത്തിനും ഉത്തരവാദിത്തമുണ്ടെന്ന് അംഗം റഷീദ് ആലയൻ പറഞ്ഞു. വലിയ സ്ഥാപനം വരുമ്പോൾ മഴവെള്ള സംഭരണി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. നഗരസഭയുടെ കെട്ടിട നിർമ്മാണ ചട്ടം പാലിച്ചാണോ കെട്ടിടം കെട്ടിയതെന്ന് പരിശോധിക്കണം. ഈ വെള്ളം ഒഴിച്ചു വിട്ട സ്ഥാപനത്തിന് ഉത്തരവാദിത്തം ഇല്ല എന്ന് പറഞ്ഞാൽ ശരിയല്ല. ഇത്രയും വലിയ സ്ഥാപനം ഉണ്ടാക്കുമ്പോൾ മഴവെള്ള സംഭരണി ഉണ്ടാക്കണം. മുനിസിപ്പൽ സെക്രട്ടറി നോട്ടീസ് കൊടുക്കേണ്ട സ്ഥാപന ഉടമസ്ഥനാണ്. ഈ വിഷയം പരിഹരിക്കണം. അതിൽ സുരേട്ടൻ പറഞ്ഞതിനൊപ്പം 100% നിൽക്കുകയാണ്. വിഷയം പരിഹരിക്കേണ്ടത് മുനിസിപ്പാലിറ്റിയേക്കാൾ ബാധ്യത വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്ര സ്ക്വയർ ഫീറ്റിലെ കെട്ടിടത്തിന് മഴവെള്ള സംഭരണി വേണമെന്നുണ്ട്. അപ്പോൾ മഴവെള്ള സംഭരണി ഇല്ലാതെയും അതുപോലെ തന്നെ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾ അനുസരിച്ചല്ലാതെയും നിർമ്മാണ പ്രവൃത്തി നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിന്റെ ഉടമസ്ഥന് കത്ത് കൊടുത്തുകൊണ്ട് ഈ സാധാരണ കുടുംബങ്ങൾ 4 കുടുംബങ്ങൾ താമസിക്കുന്നത് അവരുടെ സ്വന്തമായ ഭൂമിയിലാണ്. അവരവിടെ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് ഒരു കാരണവശാലും അനുവദിക്കാൻ പാടില്ല. അതൊരു ബുൾഡോസർ സമീപനമാണ്. ഒരു വലിയ സ്ഥാപനം വന്നു, അതിന്റെ പരിസരത്ത് അതിന്റെ ബുദ്ധിമുട്ടുള്ള ആൾ ഒഴിഞ്ഞു പോകുന്നത്. അപ്പൊ ഈ സ്ഥാപനത്തിന് കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. ആ സ്ഥാപന ഉടമസ്ഥനെ ഇന്നത്തെ ഈ സഭയുടെ തീരുമാനമായിക്കൊണ്ട് തന്നെ അവിടെ പഞ്ചായത്ത് രാജ് ബിൽഡിംഗ് റൂൾ അനുസരിച്ചുകൊണ്ടാണോ ഈ സ്ഥാപനം അവിടെ നിർമ്മിച്ചിട്ടുള്ളത് എന്ന് മുനിസിപ്പാലിറ്റി പരിശോധിക്കണം. ആ റിപ്പോർട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ ആ സ്ഥാപനത്തിന് നോട്ടീസ് ഇന്നത് അയക്കേണ്ടതുണ്ട്. പരാതി ലഭിച്ച സാഹചര്യത്തിൽ കോളേജിന് കത്ത് നൽകിയിരുന്നുവെന്ന് നഗരസഭാ പ്രതിനിധി അറിയിച്ചു. തഹസിൽദാർക്ക് ലഭിച്ച പരാതി നഗരസഭയ്ക്ക് കൈമാറിയതായി ഡെപ്യൂട്ടി തഹസിൽദാർ C വിനോദ് സഭയെ അറിയിച്ചു. ഇക്കാര്യത്തിൽ അടിയന്തര നടപടി വേണമെന്ന് വികസന സമിതി യോഗം ആവശ്യപ്പെട്ടു. പട്ടാമ്പി താലൂക്കിലെ ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്ത് താലൂക്ക് വികസന സമിതി യോഗം ചേർന്നു. മുഹമ്മദ് മോസിൻ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. പട്ടാമ്പി താലൂക്കിലെ ജനകീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തും പ്രശ്നപരിഹാരങ്ങൾ നിർദ്ദേശിച്ചുമായിരുന്നു താലൂക്ക് വികസന സമിതി യോഗം നടന്നത്.
മുഹമ്മദ് മുഹസിൻ MLA അധ്യക്ഷതയിലായിരുന്നു യോഗം. തിരുവേഗപ്പുറ അഞ്ചുമൂല പാതയുടെ നവീകരണം പൂർത്തിയാക്കാനാവശ്യമായ നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന് യോഗത്തിൽ മുഹമ്മദ് മുഹസിൻ MLA നിർദ്ദേശം നൽകി. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ഈ റോഡിന് വേണ്ടിയിട്ട് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന അതിനുള്ള ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. ഇവിടെ ആശുപത്രി വരെ വരുന്ന ഭാഗം വളരെ തകർന്നിട്ടാണ് ഉള്ളത്. അതോടൊപ്പം ആ ബൈപ്പാസിന്റെ ബാക്കി പൂർത്തീകരിക്കാനുള്ള ഫണ്ട് സർക്കാരിലേക്കുള്ള ശ്രമം നടത്തിയിട്ട് അധികം വൈകാതെ ആ ഫണ്ട് കൂടി കിട്ടും എന്നുള്ള കാര്യം അറിയിക്കുകയാണ്. മറ്റു കാര്യങ്ങൾ താൽക്കാലികമല്ല, ശാശ്വതമായിട്ട് പരിഹരിക്കാൻ ഒരു പണി ഏകദേശം പോസിറ്റീവായിട്ടുണ്ട്. നല്ലൊരു ഏസായിട്ട് പറഞ്ഞപ്പോൾ മെയിൻ റോഡല്ലേ ഏസാകാൻ തിരുവനന്തപുരത്ത് സാധനം എത്തിയിട്ടുണ്ട്. ഇന്നലെ ഞാനൊന്ന് ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. അതിന് ഓർഡർ ഇറങ്ങിയാലല്ലേ പറയാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് വേണ്ടി അപ്പൊ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു. നിലവിൽ കരാറുകാരൻ പണി നിർത്തിവച്ചിരിക്കുകയാണ്. ഒരാഴ്ച കൂടി സമയം അനുവദിച്ചിട്ടുണ്ടെന്നും അതുകഴിഞ്ഞാൽ കരാറുകാരനെ ഒഴിവാക്കുന്ന നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും പൊതുമരാമത്ത് വകുപ്പ് അധികൃതർ യോഗത്തിൽ അറിയിച്ചു. പട്ടാമ്പി ഓങ്ങല്ലൂർ പാതയിലെ കുഴിയടക്കൽ പ്രവൃത്തികൾ അടുത്ത ആഴ്ച നടത്താൻ യോഗത്തിൽ നിർദ്ദേശം നൽകി. റോഡ് നവീകരണവുമായി ബന്ധപ്പെട്ട കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ചു വരികയാണെന്ന് റവന്യൂ അധികൃതർ അറിയിച്ചു. വിളയൂരിലും ഓങ്ങല്ലൂരിലും ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുടിവെള്ളം ലഭ്യമാവാത്ത വിഷയം, പൈപ്പ് പൊട്ടി കുടിവെള്ളം പാഴാകുന്നത് പരിഹരിക്കാത്ത പ്രശ്നങ്ങളും ജനപ്രതിനിധികൾ ചൂണ്ടിക്കാണിച്ചു. കൊപ്പം ആശുപത്രിക്ക് സമീപം റോഡിലെ സീബ്ര ലൈനുകൾ മാഞ്ഞത് അപകടങ്ങൾക്ക് ഇടവരുത്തുന്നതായും പരാതി ഉയർന്നു. പട്ടാമ്പി പാലവുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണെന്നും യോഗത്തിൽ അധികൃതർ വ്യക്തമാക്കി. നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാമണികണ്ഠൻ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബേബി ഗിരിജ, ആനന്ദവല്ലി, ഓങ്ങല്ലൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TP രജീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ, ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി, മറ്റു ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവരും പങ്കെടുത്തു. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്ത വിഷയം ഏറ്റെടുത്ത് ഭരണസമിതി തന്നെ സമരത്തിലാണ്. ഒരു വർഷക്കാലമായി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരുടെ അഭാവം വിവിധ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തിൽ വരുന്ന ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്. പഞ്ചായത്തിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്തതുമൂലം ദൈനംദിന പ്രവർത്തനങ്ങൾ പോലും തടസ്സപ്പെടുന്ന സാഹചര്യത്തിലാണ് ഭരണസമിതി തന്നെ സമരത്തിനൊരുങ്ങുന്നത്. പാലക്കാട് DDP ഓഫീസിനു മുന്നിൽ സമരം ചെയ്യാനാണ് തീരുമാനം. പഞ്ചായത്ത് സെക്രട്ടറി, അസിസ്റ്റന്റ് സെക്രട്ടറി, LD ക്ലർക്ക്, UD ക്ലർക്ക് തുടങ്ങിയ തസ്തികകളിൽ ആളില്ല. കെട്ടിട നമ്പർ, ലൈസൻസ് പുതുക്കൽ തുടങ്ങി ഒട്ടേറെ കാര്യങ്ങളിൽ ജനങ്ങൾ വലയുകയാണ്. പല പദ്ധതികളുടെയും നിർവഹണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ലാപ്ടോപ്പ്, കട്ടിൽ, കുടിവെള്ള ടാങ്ക് വിതരണം എന്നിവയൊന്നും നടക്കുന്നില്ലെന്ന് പ്രസിഡന്റ് KM ഹനീഫ പറഞ്ഞു. ഇപ്പോ സ്ഥലം മാറിപ്പോയ ആളുകൾ ലീവ് എടുത്തു പോയി. അതുപോലെ തന്നെ പുതിയ ആളുകൾ, നിശ്ചയിച്ച ആളുകൾ വന്നിട്ടുമില്ല. HC ആയിട്ടും അതുപോലെ ഓഡിറ്റിങ്ങിനായിട്ടും ഒരാളെ 2 പെൺകുട്ടികളെയാണ് നിയമിച്ചിട്ടുള്ളത്. അവര് വന്നപ്പോ തന്നെ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. മാത്രമല്ല HC ASന്റെ ചാർജ് കൊടുത്തിട്ട് അവര് ലീവ് എടുത്ത് അവരും പോയിരിക്കണം. കടമ്പഴിപ്പുറം സെക്രട്ടറിക്കാണ് ഇപ്പൊ സെക്രട്ടറിയുടെ ചുമതല ഇവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ അദ്ദേഹം ഒരു ദിവസം ഉച്ചവരെ വന്ന് നോക്കിപ്പോയി എന്നല്ലാതെ അദ്ദേഹവും ഇവിടെ സ്ഥിരമായിട്ടിരിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല സാന്ദർഭികമായി. അപ്പോ സെക്രട്ടറിയും അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെക്രട്ടറിയും UD ക്ലർക്കും LD ക്ലർക്കും ഇവിടെ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഒരു പെർമിറ്റുമായി ആളുകൾ വന്ന് നമ്പറിങ്ങിനും പെർമിറ്റിനും അതുപോലെ തന്നെ സാധാരണ ഒരു സ്ഥാപനം തുടങ്ങാനുള്ള ലൈസൻസിന് പോലും ആളുകൾ 4ഉം 5ഉം തവണ വന്ന് തിരിച്ചു പോകേണ്ടുന്ന ഒരവസ്ഥ. അവർക്ക് ലൈസൻസ് പോലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല. നമ്മളെ പഞ്ചായത്തിന് ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളുടെ ലൈസൻസ് ഫീയും ടാക്സും മാത്രമാണ്. അതുപോലും നമുക്ക് കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യമാണുള്ളത്. എന്തുകൊണ്ടാണ് ഇവിടേക്ക് സെക്രട്ടറിയെ നിയമിക്കാത്തത്, അസിസ്റ്റന്റ് സെക്രട്ടറി നിയമിച്ച അസിസ്റ്റന്റ് സെക്രട്ടറി ചാർജ് എടുക്കാത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഡിലിമിറ്റേഷൻ വരികയാണ്. പാർട്ടിക്ക് പറഞ്ഞാൽ കേൾക്കുന്ന സെക്രട്ടറിയെ മതിയോ എന്ന് താല്പര്യമുള്ളത് കൊണ്ടാണോ എന്നറിയില്ല ഇവിടേക്ക് സെക്രട്ടറിയെ നിയമിച്ചിട്ടില്ല. മേൽപ്പറഞ്ഞ നിയമനങ്ങൾ സെക്രട്ടറി, UD ക്ലർക്ക്, LD ക്ലർക്ക് ഈ നിയമനങ്ങൾ എത്രയും പെട്ടെന്ന് നികത്തി ഞങ്ങളുടെ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടത്താനുള്ള സാഹചര്യം സൃഷ്ടിച്ചില്ല എങ്കിൽ ഗ്രാമപഞ്ചായത്തിന്റെ ഭരണസമിതി പാലക്കാട് DDP ഓഫീസിൽ പോയി കുത്തിയിരിപ്പ് സമരം നടത്താനുള്ള ആലോചനയാണ് ഞങ്ങൾ നടത്തിയിട്ടുള്ളത്. ഉടനടി ഒഴിവുള്ള തസ്തികകളിൽ ഉദ്യോഗസ്ഥരെ നിയമിക്കണമെന്നും അല്ലാത്ത പക്ഷം പാലക്കാട് DDP ഓഫീസിൽ കുത്തിയിരിപ്പ് സമരം നടത്തുമെന്നും അതിന് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ സഹകരണം ഉണ്ടാകുമെന്നാണ് വിശ്വാസമെന്നും മെമ്പർമാരായ KK ഷൗക്കത്ത്, അനസ് പമ്പ്ര എന്നിവരും പറഞ്ഞു.
കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിലെ കുടുംബശ്രീ യൂട്ടിലിറ്റി സെന്ററിന്റെയും ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെയും ഉദ്ഘാടനം നടന്നു. വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8.5 ലക്ഷം രൂപ ചെലവിലാണ് ഓഫീസ് നവീകരിച്ചത്. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 21 ലക്ഷം രൂപയ്ക്കാണ് കെട്ടിടം നിർമ്മിച്ചത്. എന്തായാലും 25 വർഷം പിന്നിട്ട വലിയൊരു ചരിത്രത്തിന്റെ ഉടമകളാണ് നിങ്ങൾ. 4 നൂറ്റാണ്ടിലേറെയായി കേരളത്തിലെ പൊതുസമൂഹത്തിൽ നിർണായക ശക്തിയായി നമ്മുടെ വികസന പ്രവർത്തനങ്ങളുടെയും പുരോഗതികളുടെയും കൂടെ വക്താക്കളായി കുടുംബശ്രീ മെമ്പർമാർ മാറി എന്നുള്ള അഭിമാനത്തോടു കൂടിയാണ് നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ച് ചേർന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ സ്ത്രീ ശക്തി എന്താണ്, നമ്മുടെ സംസ്ഥാനത്തെ രാജ്യത്ത് തന്നെ മാതൃകയായി പ്രവർത്തിക്കുന്ന വലിയൊരു പ്രസ്ഥാനമാക്കി കുടുംബശ്രീയെ മാറ്റിയ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ നേരുകയാണ്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ഹനീഫ ചടങ്ങിൽ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം P മൊയ്തീൻകുട്ടി മുഖ്യാതിഥിയായി. ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ PA തങ്ങൾ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് N സാജിറ, CDS ചെയർപേഴ്സൺ K ഇന്ദിര, ഗ്രാമപഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷരായ KK ഷൗക്കത്ത് അലി, സമീറ സലീം, അനസ് പമ്പ്ര, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുരേഷ് തെങ്ങിൻതോട്ടൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഖദീജ കാസിം, C ജാമി, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ CP സാദിഖ്, M സുബ്രഹ്മണ്യൻ, PC കുഞ്ഞിരാമൻ എന്നിവർ സംസാരിച്ചു. CPIM പട്ടാമ്പി ഏരിയ സമ്മേളനത്തിനായുള്ള സ്വാഗത സംഘം രൂപീകരിച്ചു. രൂപീകരണ യോഗം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം VK ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നവംബർ 1, 2 തീയതികളിലായി കൊടുമുണ്ടയിൽ വെച്ചാണ് CPM പട്ടാമ്പി ഏരിയ സമ്മേളനം നടക്കുന്നത്. മുനീറുടെ കടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ സ്വർണ്ണ കള്ളക്കടത്തിൽ പ്രതിയാണ് എന്നുള്ള വിവരം ഇതിപ്പോ രാവിലെ മുതൽ വന്നിരിക്കുകയാണ്. അപ്പൊ ഈ രൂപത്തിൽ കാര്യങ്ങൾ നടക്കുന്നില്ല. പക്ഷേ നടത്തിയ പ്രചരണം മലപ്പുറം എന്ന് പറയുന്ന ഒരു പ്രദേശം, ആ പ്രദേശത്തെ കുറിച്ച് മുഖ്യമന്ത്രി തെറ്റായ വാർത്ത സൃഷ്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ടവരെ ഗവൺമെന്റിനും പാർട്ടിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും എതിരായി തിരിച്ചുവിടുക, ഈ സമീപനമാണ് അവർ സ്വീകരിച്ചത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി മനോജ് നേരിട്ട് ഹിന്ദു പത്രത്തിന്റെ എഡിറ്റോറിയലിൽ ചുമതല വഹിക്കുന്ന ആൾക്ക് എഴുതി കൊടുത്തു. അവാസ്തവമായ കാര്യങ്ങളാണ് ഇവിടെ പ്രചരിപ്പിച്ചത്. അതുകൊണ്ട് നിങ്ങൾ തിരുത്തി മാപ്പ് പറയാൻ തയ്യാറാണ്. ഏരിയ കമ്മിറ്റി അംഗം PK ജയശങ്കർ അധ്യക്ഷനായി. ജില്ലാ കമ്മിറ്റി അംഗം NP വിനയകുമാർ, ഏരിയ സെക്രട്ടറി T ഗോപാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ഏരിയ കമ്മിറ്റി അംഗം M ശങ്കരൻകുട്ടി കാര്യപരിപാടികൾ വിശദീകരിച്ചു. സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം നവമാധ്യമ സമിതി തയ്യാറാക്കിയ പ്രചരണ റീൽ ജില്ലാ കമ്മിറ്റി അംഗം സുബൈദ ഇസ്ഹാഖ് പ്രദർശിപ്പിച്ചു. പെരുമുടിയൂർ ലോക്കൽ സെക്രട്ടറി PM ഉഷ, മുതുതല ലോക്കൽ സെക്രട്ടറി P ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. CM നീലകണ്ഠൻ ചെയർമാനും M ശങ്കരൻകുട്ടി കൺവീനറുമായ 51 അംഗ സ്വാഗത സംഘവും 101 അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും വിവിധ സബ് കമ്മിറ്റികളെയും തിരഞ്ഞെടുത്തു. അഖിലേന്ത്യാ കിസാൻ സഭ ശ്രീകൃഷ്ണപുരം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും ശ്രീകൃഷ്ണപുരം പോസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമരവും നടത്തി. CPI മണ്ഡലം കമ്മിറ്റി അംഗം K വേണുഗോപാൽ ഉദ്ഘാടനം നിർവഹിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നീതി പാലിക്കുക. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുക. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഫണ്ട് അനുവദിക്കുക. ESI കേരള സർക്കാർ നൽകിയ വിജ്ഞാപനം കേന്ദ്രം അംഗീകരിക്കുക. ജനവാസ മേഖലകളെയും കൃഷിയിടങ്ങളെയും ESI പരിധിയിൽ നിന്നും പൂർണ്ണമായി ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം. 5 പേരെ അവരെ സഹായിക്കാനായിട്ടുള്ള കമ്മീഷനാണ് ജീവിച്ചത്. പക്ഷേ വളരെ ആ റിപ്പോർട്ട് വന്നപ്പോഴും
ഏറെ ഒന്നും അതിൽ നിന്ന് വ്യത്യാസമില്ലായിരുന്നു. കാറ്റൽ കമ്മീഷൻ റിപ്പോർട്ടുമായിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒന്നും നിറവേറ്റാൻ കഴിയുന്ന രീതിയിലല്ല എന്ന റിപ്പോർട്ട്. അപ്പോൾ കേരളം നിർദ്ദേശിക്കുന്ന രീതിയിൽ ഒരു മാറ്റം വേണമെന്ന് ആവശ്യപ്പെടുകയും അതിനനുസരിച്ച് കേരളം ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ ഇന്നേവരെ അത് കേന്ദ്രം പരിഗണിക്കാൻ തയ്യാറായിട്ടില്ല. അതിനെതിരെയാണ് ഈ സമരം. കിസാൻ സഭ മണ്ഡലം പ്രസിഡന്റ് KT രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. CPI കരിമ്പുഴ LC സെക്രട്ടറി കണ്ടയിൽ നാരായണൻ, ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് M സൈദ് അലി, CPI ശ്രീകൃഷ്ണപുരം LC സെക്രട്ടറി AP ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾക്ക് പ്രൗഢഗംഭീരമായ തുടക്കം. വിളംബര ഘോഷയാത്രയോടെയാണ് ആഘോഷ പരിപാടികൾ ആരംഭിച്ചത്. അനേകായിരങ്ങൾക്ക് അറിവ് പകർന്ന ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 50ാം വാർഷികാഘോഷ പരിപാടികൾക്ക് തുടക്കമായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് ഗോൾഡൻ ജൂബിലി ആഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഒക്ടോബർ 5-ന് വിളംബര ഘോഷയാത്രയോടെ ആഘോഷ പരിപാടികൾ തുടങ്ങി. വിദ്യാർത്ഥികളുടെ തിരുവാതിരക്കളി, ഒപ്പന, മാർഗം കളി സംഘങ്ങളും നാസിക് ഡോൾ സംഘവും JRC വിദ്യാർത്ഥികളും ഘോഷയാത്രയിൽ അണിനിരന്നു. ജനപ്രതിനിധികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയ നിരവധി പേർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. ഗോൾഡൻ ജൂബിലി ആഘോഷ പരിപാടികൾ ആലിപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KT അഫ്സൽ ഉദ്ഘാടനം ചെയ്തു. ആഘോഷത്തിന്റെ തുടക്കം നമ്മൾ ഇന്ന് വളരെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ഘോഷയാത്രയോടുകൂടി നമ്മളിവിടെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് ഇന്ന് തൊട്ടുള്ള ദിവസങ്ങളിൽ അതിൻ്റെ ആഘോഷം കൂടി തുടക്കം കുറിച്ചുകൊണ്ട് അതിനുകൂടി എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീജമോൾ, പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഗിരിജ ബാലകൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് അംഗം C ബാലസുബ്രഹ്മണ്യൻ, സ്കൂൾ പ്രിൻസിപ്പാൾ മീര നായർ SK, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കുഞ്ഞിമൊയ്തു, പ്രധാനാധ്യാപിക ബിന്ദു PS, രാഷ്ട്രീയ കക്ഷി നേതാക്കളായ EP അയ്യൂബ്, K പ്രേമൻ, VC ശശി, K മുരളീധരൻ, PTA പ്രസിഡന്റ് സെയ്ദ് ആലിക്കൽ, SMC ചെയർമാൻ സക്കീർ ഹുസൈൻ തുടങ്ങിയവർ പങ്കെടുത്തു. സന്തോഷകരവും അതുപോലെ തന്നെ ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ചരിത്രത്തിൽ എന്നെന്നും ഓർമ്മിക്കപ്പെടുന്നതുമായ ഒരു നിമിഷമാണ് അത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഗോൾഡൻ ജൂബിലി ആഘോഷത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം, കലാകായിക പരിപാടികൾ തുടങ്ങിയ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഒറ്റപ്പാലം മുരുകുംപറ്റ സെന്ററിലെ കുഴിയിൽ വാഴ വെച്ചുകൊണ്ട് അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രതിഷേധം. ഒറ്റപ്പാലം മണ്ണാർക്കാട് പാതയിലെ കുഴികൾ അടയ്ക്കാത്തതിനെ തുടർന്നാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഒറ്റപ്പാലം മണ്ണാർക്കാട് പാതയിലെ കുഴികൾ അടയ്ക്കാത്തതിൽ പ്രതിഷേധവുമായാണ് അമ്പലപ്പാറ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി രംഗത്ത് വന്നത്. പ്രതിഷേധ സൂചകമായി മുരുക്കുംപറ്റ സെന്ററിലെ കുഴിയിൽ വാഴ വെച്ചുകൊണ്ട് പ്രതിഷേധിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് NK ജയരാജൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് KK സാജൻ അധ്യക്ഷനായി. ബ്ലോക്ക് സെക്രട്ടറിമാരായ KA ബഷീർ, K ഷമീർ, INTUC മണ്ഡലം പ്രസിഡന്റ് സൂര്യനാരായണൻ, നേതാക്കളായ മോനു, K കുഞ്ഞിമുഹമ്മദ്, P നുഫൈൽ, സേതുമാധവൻ, ശിവദാസൻ,
മണികണ്ഠൻ, ഹംസ, സുലൈമാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് സംഘടിപ്പിക്കുന്ന വിവിധ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലനത്തിന്റെ ഭാഗമായി 27 വനിതകൾ പേപ്പർ കവർ നിർമ്മാണ പരിശീലനം നേടി. സ്വന്തമായി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ള പ്രാപ്തിയായെന്ന് വനിതകൾ പറഞ്ഞു. ഇവർക്ക് സ്വയം തൊഴിൽ യൂണിറ്റ് ആരംഭിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുമെന്ന് ബാങ്ക് പ്രസിഡന്റ് PPK അബ്ദുറഹിമാൻ അറിയിച്ചു. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ കീഴിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹകരണത്തോടെയാണ് അലനല്ലൂർ സർവീസ് സഹകരണ ബാങ്ക് സൗജന്യ ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലനം നടത്തുന്നത്. തുന്നൽ പരിശീലനം, പേപ്പർ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണം, ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി, വയറിംഗ് ആൻഡ് പ്ലംബിംഗ്, മെഴുകുതിരി നിർമ്മാണം, റബ്ബർ ടാപ്പിംഗ്, കൂൺകൃഷി തുടങ്ങിയ 14 ഇന തൊഴിലുകൾക്ക് പരിശീലനം നൽകും. പേപ്പർ ഉൽപ്പന്നങ്ങളുടെ പരിശീലനമാണ് ആദ്യഘട്ടമായി നടന്നത്. രജിസ്റ്റർ ചെയ്ത 30 വനിതകളിൽ 27 പേർ 10 ദിവസത്തെ പരിശീലനവും 11ാം ദിവസത്തെ പരീക്ഷയും പൂർത്തിയാക്കി. പേപ്പർ കവർ, പേപ്പർ ബാഗ്, ഓഫീസ് ഫയൽ പാഡുകൾ, ഫയലുകൾ, ഇൻവിറ്റേഷൻ ലെറ്റർ കവർ, ക്യാരി ബാഗുകൾ എന്നിവയുടെ നിർമ്മാണ പരിശീലനമാണ് നൽകിയത്. സ്വയം തൊഴിൽ പരിശീലനങ്ങൾ നൽകുന്ന RSETIയിലെ അധ്യാപിക ഭാരതിയായിരുന്നു പരിശീലക. നിലവിലെ സാഹചര്യത്തിൽ പേപ്പർ ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റിന്റെ സാധ്യത വളരെ വലുതാണെന്ന് ഭാരതി പറഞ്ഞു. ഇതിനോടുകൂടി ഇപ്പോൾ പേപ്പർ ബാഗ് ആയതുകൊണ്ട് ഇപ്പോൾ പ്ലാസ്റ്റിക് നിരോധനം ഗവൺമെൻറ് അത്ര ഫുള്ളി നമുക്ക് നിരോധിച്ചില്ലെങ്കിലും നമ്മൾ എടുത്ത് പറഞ്ഞ് നമുക്ക് ഇത് വിപണിയിൽ കൊണ്ടുവരും ചെയ്യാം. ഇപ്പോൾ എത്രയോ പേര് പേപ്പർ ബാഗ് തന്നെ വാങ്ങുന്നവരും ഉണ്ട്. ആ ഒരു ബ്രാൻഡ് അവർ നിലനിർത്തുന്നതുണ്ട്. അപ്പോൾ നമുക്ക് പേപ്പർ ബാഗിന് നല്ല സാധ്യതയാണ്. പിന്നെ ഇത് എന്തായാലും ഒരു 20-30% നമുക്ക് പ്രോഫിറ്റുള്ള ബിസിനസ്സാണ്. പിന്നെ നമ്മൾ എല്ലാ ടൈപ്പിനെയും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. ചില ടൈപ്പിന് നമുക്ക് ഇനിയും എക്സ്പോർട്ട് ഓർഡറിലാണെങ്കിൽ നല്ലോണം നമുക്ക് പ്രോഫിറ്റ് കൂടുകയും ചെയ്യും. മികച്ച പരിശീലനമാണ് 10 ദിവസവും നേടാനായത്. ഈ മേഖലയിൽ സ്വയം തൊഴിൽ ചെയ്യാനും സംരംഭം ആരംഭിക്കാനും ഇനി കഴിയുമെന്ന് പരിശീലനം പൂർത്തിയാക്കിയ റുക്സാന പറഞ്ഞു. പേപ്പറിൻ്റെ ഒരുപാട് ബാഗുകളും അതുപോലെ തന്നെ ഒരുപാട് പ്രോഡക്ട്സുകളും ഞങ്ങൾക്ക് ടീച്ചർ ക്ലാസ് എടുത്ത് തന്നു. മുന്നോട്ടുള്ള സംരംഭമായി കൊണ്ടുപോകാൻ ഇന്നത്തെ കാലത്തെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സാണ് ടീച്ചർ പഠിപ്പിച്ച് തന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഇനി ഇത് ലൈഫ് ലോങ് ഒരു നല്ലൊരു സംരംഭമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള എല്ലാ പിന്തുണയും ബാങ്കുകാർ തരുന്നും ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഇവർക്ക് സ്വയം തൊഴിൽ യൂണിറ്റ് ആരംഭിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുമെന്ന് ബാങ്ക് പ്രസിഡന്റ് PPK അബ്ദുറഹിമാൻ അറിയിച്ചു. ഇപ്പോൾ ഇനി അടുത്ത ഘട്ടം എന്ന നിലയ്ക്ക് ഈ പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് അവർക്കൊരു സ്വയം സംരംഭം തുടങ്ങാനും അതിന് ഇനി ആവശ്യമാണെങ്കിൽ ബാങ്കിൻ്റെ വായ്പ ഉൾപ്പെടെയുള്ള സംരംഭങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനം കൂടി ബാങ്ക് ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സംരംഭം മെഷീനറികളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയൊരു സംരംഭമാക്കി മാറ്റാനും നമ്മൾ അലനല്ലൂർ പഞ്ചായത്തിനെ സ്ത്രീ ശാക്തീകരണവും അതുപോലെ തന്നെ ദാരിദ്ര്യ നിർമ്മാർജ്ജനവും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വലിയൊരു മുന്നേറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടുത്തെ സ്ത്രീകൾക്ക് ബാങ്കിൽ നിന്നും സഹകരിച്ചുകൊണ്ട് കുടുംബശ്രീയുമായി സഹകരിച്ചുകൊണ്ട് നല്ലൊരു മുന്നേറ്റം വ്യാവസായിക അടിസ്ഥാനത്തിലുള്ള ഒരു മുന്നേറ്റമായിട്ടുള്ള ഒരു പ്രൊജക്റ്റായിട്ടാണ് ബാങ്ക് ഇത് വിഭാവനം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിസ്ഥിതി സംരക്ഷണ ലക്ഷ്യം കൂടി മുന്നിൽ കണ്ടാണ് ബാങ്ക് ഈ മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകിയത്. മറ്റ് മേഖലയിലെ പരിശീലനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് സെക്രട്ടറി P. ശ്രീനിവാസൻ അറിയിച്ചു. ഈ പഞ്ചായത്തിലെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുക എന്ന ലക്ഷ്യം മുൻനിർത്തി എല്ലാ കടകളിലും അതുപോലെ തന്നെ സ്കൂളുകളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും ഒക്കെ തന്നെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഒഴിവാക്കി പേപ്പർ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുക എന്നുള്ളൊരു സന്ദേശം ഇതിൻ്റെ പിറകിലുണ്ട്. സർവീസ് ബാങ്ക് ഹാളിലായിരുന്നു പരിശീലന ക്ലാസും പരീക്ഷയും നടന്നത്. ബാങ്ക് ഡയറക്ടർമാരായ രാധാകൃഷ്ണൻ തലാപ്പിൽ, ശ്രീജ, ബാങ്ക് ജീവനക്കാരൻ നജീബ് പരിയാരൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ക്ലാസ്. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിൽ ക്യാൻറ്റീൻ തുറന്ന് പ്രവർത്തിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ജനപ്രതിനിധികളുടെയും ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റി അംഗങ്ങളുടെയും നേതൃത്വത്തിൽ പ്രതീകാത്മക ക്യാൻറ്റീൻ നടത്തി. DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ഉദ്ഘാടനം നിർവഹിച്ചു. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലെ മാസങ്ങളായി അടഞ്ഞുകിടക്കുന്ന ക്യാൻറ്റീൻ തുറന്നു പ്രവർത്തിക്കുക, രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും മാന്യമായ വിലയിൽ ഭക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് താലൂക്ക് ആശുപത്രിക്ക് മുമ്പിൽ കോൺഗ്രസിന്റെ പ്രതീകാത്മക ക്യാൻറ്റീൻ തുറന്നത്. DCC ജനറൽ സെക്രട്ടറി സത്യൻ പെരുമ്പറക്കോട് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MK ജയരാജൻ അധ്യക്ഷനായി. നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ P. മായ, കൗൺസിലർമാരായ M. ഗോപൻ, PT. രാധ, ആതിര നാരായണൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അലി നാലകത്ത്, നേതാക്കളായ NK കൃഷ്ണൻകുട്ടി, N. വിജയകുമാർ, C. ഉണ്ണികൃഷ്ണൻ, K. ഷമീർ, P. സുരേഷ്, MJ അബ്രഹാം, TP സജീവ്, MA സിദ്ദിഖ്, B. ജിത്തു തുടങ്ങിയവർ സംസാരിച്ചു. പട്ടാമ്പി ഇമ്മാനുവൽ സിൽക്സിൽ വീണ്ടും വെഡ്ഡിംഗ് ഫെസ്റ്റ് ആരംഭിച്ചു. വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനവും കൂപ്പൺ പ്രകാശനവും ശനിയാഴ്ച രാവിലെ നവദമ്പതിമാരായ സുബിൻ ഹരിത,
ഹസൻ, ഷഹനാസ് എന്നിവർ ചേർന്ന് നിർവഹിച്ചു. ഓരോ വരനും വധുവിനും അണിഞ്ഞൊരുങ്ങുവാൻ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഒരുക്കിയാണ് വെഡ്ഡിംഗ് ഫെസ്റ്റ് ആരംഭിച്ചിരിക്കുന്നത്. വ്യത്യസ്ത ഓഫറുകളോടുകൂടിയാണ് കേരളത്തിലെ പ്രമുഖ ടെക്സ്റ്റൈൽ ഗ്രൂപ്പായ ഇമ്മാനുവൽ സിൽസിന്റെ ഷോറൂമുകളിൽ വെഡ്ഡിംഗ് ഫെസ്റ്റ് ആരംഭിച്ചിട്ടുള്ളത്. പട്ടാമ്പി ഷോറൂമിൽ നവദമ്പതിമാരായ സുബിൻ ഹരിത, ഹസൻ, ഷഹനാസ് എന്നിവർ ചേർന്ന് വെഡ്ഡിംഗ് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഹസൻ, ഷഹനാസ്. ഞങ്ങളിവിടെ വെഡ്ഡിംഗ് ഫെസ്റ്റിൻ്റെ ഇനാഗുറേഷന് വേണ്ടി വന്നതായിരുന്നു. പിന്നെ ഞങ്ങളെ വെഡ്ഡിംഗ് പർച്ചേസൊക്കെ ഇവിടുന്ന് തന്നെ കഴിഞ്ഞത്. പിന്നെ ഇവിടെ നല്ല ഓഫേഴ്സ് ഉണ്ട്, നല്ല കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് സ്വാഗതം. ഞങ്ങൾ ഇമ്മാനുവലിൻ്റെ വെഡ്ഡിംഗ് ഫെസ്റ്റിൻ്റെ ഇനാഗുറേഷന് വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വെഡ്ഡിംഗ് പർച്ചേസ് മൊത്തം ഇമ്മാനുവലിൽ നിന്നാണ് ചെയ്തിരുന്നത്. ഒരുപാട് ഓഫറുകളും ക്യാഷ് ബാക്ക് ഓഫറുകളും പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ സെലക്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഒരു കസ്റ്റമർ സർവീസ് ആണെങ്കിൽ ഓക്കെയാണ്, നല്ലതായിരുന്നു. പിന്നെ എല്ലാവരും ചൂസ് ചെയ്യുക. പട്ടാമ്പി ഇമ്മാനുവൽ വെഡ്ഡിംഗ് ഫെസ്റ്റ് ഉപയോഗപ്പെടുത്തുക എല്ലാവരും എന്ന് പറയാനുള്ളത്. പിന്നെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഞങ്ങൾക്കൊരു ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഓഫർ വന്നത്, ഇനാഗുറേഷൻ എന്നുള്ളൊരു ഓഫർ വന്നത്. അത് ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക്സ് ഫോർ ഇമ്മാനുവൽ. ഷോറൂം മാനേജർ ഷിജോ വർഗീസ്, കസ്റ്റമർ റിലേഷൻ മാനേജർ മോബേഷ് ടി, മാർക്കറ്റിംഗ് മാനേജർമാരായ അക്ബർ, ബഷീർ, സാമൂഹിക പ്രവർത്തകൻ മുരളീധരൻ വെളേരിമഠം എന്നിവരും സ്റ്റാഫും ചടങ്ങിൽ പങ്കെടുത്തു. ഓരോ വരനും വധുവിനും വ്യത്യസ്തവും കമനീയവുമായി അണിഞ്ഞൊരുങ്ങുവാൻ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഒരുക്കിയാണ് ഇമ്മാനുവൽ സിൽസ് വെഡ്ഡിംഗ് ഫെസ്റ്റ് ഒരുക്കിയിട്ടുള്ളത്. എല്ലാ ദിവസവും ഓരോ ബ്രൈഡൽ ഡിസൈനുകൾ അവതരിപ്പിക്കുന്നതോടൊപ്പം ഈ കാലഘട്ടത്തിൽ ഉപഭോക്താക്കൾക്ക് 3 വ്യത്യസ്ത ഓഫറുകൾ ലഭ്യമാണ്. ക്യാഷ് ബാക്ക് ഓഫിലൂടെ വെഡ്ഡിംഗ് പർച്ചേസ് സംഖ്യ പൂർണ്ണമായും തിരികെ ലഭിക്കുവാനുള്ള അവസരം, എല്ലാ വെഡ്ഡിംഗ് പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ, എല്ലാ വെഡ്ഡിംഗ് പർച്ചേസിനും പ്രത്യേക ക്യാഷ് ഡിസ്കൗണ്ടുകൾ എന്നിങ്ങനെയാണ് ഓഫറുകൾ. ക്യാഷ് ബാക്ക് ഓഫറോടുകൂടിയ വെഡ്ഡിംഗ് ഫെസ്റ്റിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. നവദമ്പതികളായ ഹസൻ, ഷഹനാസ്, സുബിൻ ഹരിത എന്നിവരാണ് ഉദ്ഘാടനം ചെയ്തത്. കൂപ്പൺ പ്രകാശനവും അതോടൊപ്പം നടന്നു. അപ്പോൾ ഒരുപാട് സെലക്ഷനുകളും വിവാഹ ആവശ്യങ്ങൾക്കുള്ള ഒരുപാട് സെലക്ഷനുകളും മിതമായ നിരക്കിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ഉപയോഗപ്പെടുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ബ്രൈഡൽ സാരികൾ, പരമ്പരാഗത വസ്ത്രങ്ങൾ എന്നിവയ്ക്ക് പുറമെ തനത് കളക്ഷനുകളും ഇമ്മാനുവൽ സിൽസ് അവതരിപ്പിക്കുന്നു. ഏറ്റവും ട്രെൻഡി വസ്ത്രങ്ങളുടെ ഏറ്റവും മികച്ച സെലക്ഷനുമായി ലേഡീസ് വെയർ വിഭാഗവും ഇന്ത്യയിലെ പ്രമുഖ ബ്രാൻഡുകൾ സംഗമിക്കുന്ന ജെൻസ് വെയർ വിഭാഗവും കുട്ടികളുടെ മനോഹാരിതയ്ക്ക് മാറ്റുകൂട്ടുന്ന കിഡ്സ് വെയർ വിഭാഗവും ഈ വെഡ്ഡിംഗ് ഫെസ്റ്റ് അവിസ്മരണീയമാക്കാൻ ഉപഭോക്താക്കൾക്ക് സാധ്യമാകുന്നു. ഉപഭോക്താക്കൾക്ക് പ്രീ ബുക്കിംഗ് സൗകര്യവും ലഭ്യമാണ്. സവിശേഷ സേവനവും പ്രത്യേക ആനുകൂല്യങ്ങളും മുൻകൂട്ടി ബുക്ക് ചെയ്തു വരുന്ന കസ്റ്റമർക്ക് ലഭ്യമാണ്. വിളിക്കേണ്ട നമ്പർ 8714191129. ഉപഭോക്താക്കൾ ഈ സൗകര്യം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് മാനേജ്മെന്റ് അഭ്യർത്ഥിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. തകർച്ചയിൽ നിന്നും കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ സർക്കാർ ശക്തിപ്പെടുത്തിയെന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ സർക്കാർ സ്കൂളുകളിൽ പഠിക്കുന്നത് കേരളത്തിൽ നിന്നും മുഖ്യമന്ത്രി. വിവിധ സ്കൂളുകളിലെ കെട്ടിട ഉദ്ഘാടനവും കെട്ടിട നിർമ്മാണോദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. മണ്ണാർക്കാട് തത്തേങ്ങലത്ത് ആദിവാസികൾക്ക് 1 ഏക്കർ വീതം കൃഷിഭൂമി നൽകിയത് കോടതി നടപടികളിൽ നിന്ന് തലയൂരാൻ ഉദ്യോഗസ്ഥർ ചെയ്തതെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ഇവർക്ക് പകരം ഭൂമി നൽകാൻ കഴിയുമോ എന്ന് പരിശോധിക്കാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകി. ചെറുപ്പശ്ശേരി അർബൻ ബാങ്ക് അയ്യപ്പൻകാവ് വിവാദം. ഹിന്ദു ഐക്യവേദി പ്രതിഷേധം സംഘടിപ്പിച്ചു. വ്യാജ അക്കൗണ്ടുണ്ടാക്കി ഭക്തജനങ്ങളുടെ പണം CPM നേതൃത്വത്തിലുള്ള ഭരണസമിതികൾ കൊള്ളയടിച്ചെന്ന് KP ശശികല. മണ്ണാർക്കാട്ടെ പെരുമ്പടാരി ഗോവിന്ദപുരത്തെ വീടുകളിലേക്ക് മഴവെള്ളം ഒഴുകിയെത്തുന്ന സംഭവം. വിഷയം താലൂക്ക് സമിതിയിലും ചർച്ചയായി. സമീപത്തെ യൂണിവേഴ്സൽ കോളേജിനും നഗരസഭയ്ക്കും വിമർശനം. ഇവർ പ്രശ്നത്തെ ഗൗരവപരമായി കാണുന്നില്ലെന്ന അംഗങ്ങൾ.
SFI സംസ്ഥാന സെക്രട്ടറി PM ആർഷോയുടെ നേതൃത്വത്തിൽ MSF സ്ഥാനാർത്ഥികളെ ഭീഷണിപ്പെടുത്തി നോമിനേഷൻ പിൻവലിച്ചതായി പരാതി. സംഭവം മണ്ണാർക്കാട് ദേവമാതാ കോളേജിൽ. നിയമപരമായി നേരിടുമെന്ന് MSF. കരിമ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ആവശ്യത്തിന് ഉദ്യോഗസ്ഥരില്ലാത്ത വിഷയത്തിൽ ഭരണസമിതി തന്നെ സമരത്തിന്. ഉടൻ നടപടിയുണ്ടായില്ലെങ്കിൽ DDP ഓഫീസിന് മുന്നിൽ സമരം നടത്തുമെന്ന് പ്രസിഡന്റ്. സെക്രട്ടറി ഉൾപ്പെടെയില്ലാത്തത് ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.